ഇവിടെ ഈ നാടിന് ഒരു നല്ലൊരു വികസനമുണ്ടാകണമെന്ന് ഞങ്ങളുടെയൊക്കെ ആഗ്രഹമാണ്. ആ ആഗ്രഹം ഞങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ കുറച്ചാളുകൾ എതിർത്തു. ആ എതിർപ്പ് ഒരുപക്ഷെ ഞങ്ങൾക്ക് വളരെ പ്രയോജനമേകി, ഞങ്ങൾക്കൊരു വാശിയായി, ഞങ്ങൾക്കിത് പൂർത്തീകരിക്കണമെന്നുള്ള ഒരു വലിയൊരു ചിന്ത ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നുകൂടി. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വകയല്ല, ഇത് ഈ സമൂഹത്തിൻ്റെ വകയാണ്. ആ കുപ്രചരണങ്ങളെല്ലാം ഞങ്ങൾ അതിജീവിച്ച് ഇതിനെ നാട്ടുകാരുടെ എല്ലാവരുടെ സഹായങ്ങൾ കൊണ്ട് നമ്മൾ ഇതിനെ നല്ല രീതിയിൽ ഇതിനെ കൈമാറി ഇന്ന് പൊതുജനങ്ങളുടെ സഹായത്തോടെ. ബാലരാമപുരത്ത് നവീകരിച്ച പുതിയ CI ഓഫീസിന്റെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പരാതികളിൽ വേഗത്തിൽ നടപടി സ്വീകരിക്കുന്നതിനും ആധുനിക സൗകര്യത്തോടുകൂടിയുള്ള പുതിയ കെട്ടിടം സഹായകമാകുമെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. ജനഹൃദയങ്ങളിൽ പോലീസ് തത്വങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് തടസ്സമില്ലാതെ സേവനം ലഭ്യമാക്കുവാൻ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാളെ ഇവിടെ സർക്കിൾ ഓഫീസ് പ്രവർത്തിക്കുമ്പോൾ BJP-കാരനും മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും കോൺഗ്രസ്സുകാരനും ഇവിടുത്തെ സാധാരണക്കാരനും കച്ചവടക്കാരനും എല്ലാവർക്കും ഓടിക്കേറാൻ പറ്റുന്ന അവരുടെ ഒരു ക്ഷേത്രമായാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. പാവങ്ങൾക്ക് ഒരാവശ്യം വന്നാൽ ഓടിയെത്തുന്നത് പോലീസിനാണ്. ആ പാവപ്പെട്ടവന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ട ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ബാലരാമപുരത്ത് ഇരുത്തണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ആ ആഗ്രഹം ഞങ്ങൾ വളരെ നിറഞ്ഞ മനസ്സോടുകൂടി, നല്ല തൃപ്തിയോടുകൂടി, നല്ല സന്തോഷത്തോടുകൂടി, കാണാൻ നല്ല അഴകുള്ള സൗന്ദര്യമുള്ള ഒരു ഓഫീസ് ഞങ്ങൾക്ക് ഈ പ്രദേശത്തുള്ള സാധാരണക്കാരുടെ, നാട്ടുകാരുടെ, കച്ചവടക്കാരുടെയൊക്കെ സഹായം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് അവർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഉപജീവന മാർഗമല്ലായിരുന്നു കഴിഞ്ഞ 16 ദിവസക്കാലം. 16 ദിവസക്കാലം ഇതിനു വേണ്ടി ഞാനും വിൽസൺ ഇപ്പോഴും അർഷാദും ഉറങ്ങാതെ കാത്തിരുന്നു കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇത് കണ്ണിലെ കൃഷ്ണമണി പോലെ ഇതിനെ കാത്തു വെച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഓരോ ചലനങ്ങൾക്കും മാറി മാറി ഞങ്ങൾ 3 പേരും വന്നു നിന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇതിവിടെ പൂർത്തീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അഭിമാനം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ ഈ ജനകീയ കൂട്ടായ്മയിലൂടെ ഇവിടെ ഒരുക്കിയ ഈ സ്ഥാപനം, ഈ സ്റ്റേഷൻ കാണാൻ ഇവിടെ എത്തിയത് ബാലരാമപുരത്തുകാർക്ക് ഏറ്റവും വലിയ അംഗീകാരമായി ഞങ്ങൾ ഈ അവസരത്തിൽ കാണുകയാണ്. അങ്ങനെ ഇവിടുത്തെ പോലീസുകാർ ഉച്ചക്കട, വൈറ്റുവിള, കാഞ്ഞിരംകുളം തുടർ സ്ഥലങ്ങളിൽ വാടക കെട്ടിടങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ ഇരിക്കെ MLA-യും UDF ചെയർമാനും KPCC മെമ്പർ വിൻസെന്റ് പോളും ഞാനും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്റ്റേഷനിൽ വന്ന് നോക്കിയപ്പോൾ ഈ സ്റ്റേഷനിൽ 2 ലോക്കപ്പ് മുറി കംപ്ലീറ്റും സ്പിരിറ്റും പഴയ പിടിച്ച 20 സാധനങ്ങൾ. അതിനെ നമ്മൾ വൃത്തിയായി പണി ചെയ്തു. ഇതിനെ ഒരു പുതിയ വീട് നമ്മളൊരു ബിൽഡിംഗ് വെക്കുന്നത് പോലെ അതിനേക്കാൾ നല്ല രീതിയിലാണ് നമ്മൾ അതിനെല്ലാം ഈ സാധനങ്ങളൊക്കെ മാറ്റിയതും ഈ ഓഫീസ് കൊണ്ടത്. ഇതിൽ കുറച്ച് രാഷ്ട്രീയമായിട്ട് ആദ്യ റൗണ്ടിലൊക്കെ കുറച്ച് പേർ നമുക്കെതിരെ ഇവിടെ പ്രചരണം നടത്തുകയും അതിനെ വെല്ലുവിളിച്ച് നമ്മളെ ഈ നാട്ടുകാരെ തന്നെ നമ്മളെ സഹായിച്ച് വ്യാപാരി വ്യവസായികളും ഇതിലുള്ള സന്മനസ്സായി നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് സഹായിച്ചു. ഈ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇപ്പൊ സുധീറിന്റെയും എന്നെയും അനുസരിച്ചപ്പോൾ നമ്മളെ വിളിച്ചിങ്ങനെ വന്ന ആളുകൾ വന്ന് ഈ സ്റ്റേഷനിൽ കയറി ഇറങ്ങി നിങ്ങൾക്ക് ഞാൻ മണ്ണിറക്കി തരാം, ഫാന് വാങ്ങിച്ചു തരാം, ട്യൂബ്ലൈറ്റ് വാങ്ങിച്ചു തരാം. ഇന്നും 2 പേർ വന്നിട്ട് എന്തെങ്കിലും കുറവുണ്ടാന്ന് ചോദിച്ചു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തരാമെന്ന് നമ്മുടെ UDF ചെയർമാൻ സുധീറിനെയും എന്നെയും സിറ്റിപ്പോളൊക്കെ ബന്ധം ഞങ്ങൾ പറഞ്ഞ പണിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. കണക്ക് നോക്കിയില്ല. ഇതിന്റെ കണക്കൊക്കെ ഞങ്ങൾ നോക്കി കണക്ക് ഇവിടെ പ്രദർശിപ്പിക്കും. എല്ലാവരുടെയും, നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും നമുക്ക് ഒരു വിശ്വാസം വീണ്ടെടുക്കാൻ നമുക്ക് പറ്റി. ഈ സ്റ്റേഷൻ 24 മണിക്കൂർ ബാലരാമപുരത്ത് പ്രവർത്തിക്കും. ബാലരാമപുരം ഈ തിരക്ക് കൂടിയ ഈ പട്ടണത്തിൽ ഈ ആഗസ്റ്റ് 15-ാം തീയതി ഈ സ്റ്റേഷനിൽ പുതിയ CA വന്ന് ചാർജ് എടുക്കുന്നതാണ്. ഞങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും കോവളം MLA വിൻസെന്റിന്റെയും നേതൃത്വത്തിൽ ഞങ്ങൾ ഇന്ന് താക്കോൽ കൈമാറുകയും ചെയ്തു. ചടങ്ങിൽ വിൻസെന്റ് MLA, KPCC മെമ്പർ വിൻസെന്റ് ഇപ്പോൾ, UDF കൺവീനർ സുധീർ, മണ്ഡലം പ്രസിഡന്റ് അർഷാദ്, നദീഷ്, പോലീസ് ഉദ്യോഗസ്ഥരായ റൂറൽ അഡീഷണൽ SP JK ബിനിൽ, നെയ്യാറ്റിങ്കര DOSP സ്റ്റുവർട്ട് കീലർ, കാട്ടാക്കട DOSP G ബിനു, സ്പെഷ്യൽ ബ്രാഞ്ച് DOSP അനിൽകുമാർ, ബാലരാമപുരം CI അഭിലാഷ്, നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത്.
പുതിയ ഓഫീസ് നിലവിൽ വന്നതോടെ ബാലരാമപുരത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ക്രമസമാധാന പാലനത്തിനും ഗതാഗത നിയന്ത്രണത്തിനും കൂടുതൽ വേഗത കൈവരിക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ് നാട്ടുകാർ.